മാർച്ച് പ്രതിഷേധത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് എത്തി പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടായിരുന്നത്. മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ മാർച്ചിൽ ഇപ്പോൾ ഈ പ്രതിഷേധം ഇന്നിപ്പോൾ പാലക്കാട് വീട്ടിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പ്രതിഷേധം നടന്നിരുന്നു. പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. അതിൽ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. ഇന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോഴും പ്രതിഷേധം വീണ്ടും തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലേ? അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയത്. ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് മന്ത്രിയായ MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. അല്പസമയം മുമ്പാണ് ഈ സമരം പാലക്കാട് രാപ്പാടിയിൽ നിന്ന് ആരംഭിച്ചത്. വളരെ ശാന്തമായാണ് ഈ സമരം ആദ്യം ആരംഭിച്ചത്. പിന്നീട് ഈ കളക്ടറേറ്റ് സമീപത്തേക്ക് എത്തിയപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡ്, പോലീസ് കളക്ടറേറ്റിലേക്ക് പ്രവർത്തകർ പ്രവേശിക്കാൻ തടയാൻ വേണ്ടി ഒരുക്കിയ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് വലിയ രീതിയിൽ ഈ ഒരു മാർച്ച് സംഘർഷത്തിലേക്ക് കടന്നത്. പലകുറി പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിന് ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടി വന്നു. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനുള്ള കൂട്ടാക്കിയില്ല. റോഡിൽ കുത്തിയിരുന്നവരെ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലീസ് ഒരു നീക്കം നടത്തിയെങ്കിലും ഇതും പ്രവർത്തകർ ചേർന്ന് തടുത്തു. നിലവിൽ പോലീസും പ്രവർത്തകരും ഇവിടെ ഒരു വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധം വലിയ രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട പ്രതിഷേധം ഇന്നും ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തന്നെ തുടരാൻ ഇനിയും ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ട് അടക്കം പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം MP രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു. അന്നും സമാന രീതിയിൽ പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും ഉണ്ടാവുകയും പിന്നീട് അത് വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്കും അറസ്റ്റിലേക്കെല്ലാം വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പ്രവർത്തകർ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. ഈ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇവരെ ചേർത്ത് നിന്നത്. ഇതിനിടയിൽ പ്രവർത്തകരും പോലീസും ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. ശേഷം സംഘർഷത്തിലേക്ക് വഴിമാറി. ഇതിനിടയിലാണ് പോലീസിന് പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ജലപീരങ്കി ഉപയോഗിക്കേണ്ടി വന്നത്. ഇപ്പോഴും പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിലകൊള്ളുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ തുടർച്ചയായി ഈ ബാരിക്കേഡിന് അടുത്തേക്ക് എത്തുകയും ബാരിക്കേഡ് ഉന്തി മാറ്റി അല്ലെങ്കിൽ അത് മറികടന്ന് ഈ കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ഇതും പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. നിലവിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലെ നേതാക്കളും എല്ലാവരും ഈ ഒരു ബാരിക്കേഡിന് മുമ്പിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രവർത്തകർ മന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രിയായ MP രാജേഷ് രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് തുടർച്ചയായ ദിവസങ്ങളിൽ പാലക്കാട് തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.